ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തും. ഇന്നലെ അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. അത് ഗവർണർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത മന്ത്രിസഭ വരുന്നത് വരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നാണ് അദ്ദേഹം വിധിയൊക്കെ അറിഞ്ഞത്. കണ്ണൂരുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. അഖിൽ, ഏതായാലും അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയത്. വിമാനത്താവളത്തിനകത്തേക്ക് അദ്ദേഹം കയറിയിരിക്കുന്നു. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പിണറായി വിജയൻ പോകുന്നത്. ഇന്നലെ വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ രാവിലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇന്നലെ അദ്ദേഹം രാജി സമർപ്പിച്ചു. ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയുമായി തുടരണം എന്നുള്ള ഗവർണറുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ കാവൽ മുഖ്യമന്ത്രിയായി, കേരളത്തിൻ്റെ കാവൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നമുക്ക് അറിയുന്നത് പോലെ വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. സ്വാഭാവികമായും വലിയ ചർച്ചകളിലേക്ക് CPIM കടക്കേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത് മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ചർച്ചകളൊക്കെ സജീവമായി ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കെ കൂടിയാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ശരി നിഖിൽ, ശരി. അപ്പം പിണറായി വിജയൻ അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് നമ്മൾ